ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചു എന്ന് നോക്കാം. രാവിലെ തന്നെ പൂരിയാണ് ഉണ്ടാക്കിയത്, കറിയായിട്ട് ബാജിക്കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരു എഗ്ഗ് പുഴുങ്ങിയതും കൂടെ വെക്കാറുണ്ട്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു എഗ്ഗും കൂടെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെറ്റായിരിക്കും, പെട്ടെന്ന് വിശക്കില്ല. പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ പൂരീൻ്റെ ആ ഒരു പഫ്നെസ്സൊക്കെ പോയി. എങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് മലയാളികൾക്ക് പൂരി ബാജി എന്നെല്ലാം പറയുമ്പോൾ ഒരു വികാരം തന്നെയാണ്. അപ്പോൾ അത് രാവിലെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ഇനി അടുത്ത ലഞ്ചിനുള്ള പരിപാടി നോക്കണം. ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് എഗ്ഗ് എടുത്തു, ചിക്കി പൊരിച്ചിട്ടുണ്ട്. അത് നല്ല വറവാക്കിയെടുത്ത് നല്ല ടേസ്റ്റാണ്. ഉള്ളിയും പിന്നെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുക. നമ്മളൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക. അതിൻ്റെ കൂടെ റെഡ് കിഡ്നിയും കൂടെ ഞാൻ ഉണ്ടാക്കി. അതും ഒരു വറവ് പോലെ ഉണ്ടാക്കിയതാണ്. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് റെഡ് കിഡ്നി വേവിച്ച് അത് ഇതിലേക്ക് മിക്സാക്കി കുറച്ച് തേങ്ങ കൂടെ ഇട്ടിട്ടുള്ള ഒരു സൈഡ് അതുകൂടെ ഉണ്ടാക്കി. പിന്നെ ഉണ്ടാക്കിയത് കറിയാണ്. ചോറിന് കുമ്പളങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൂടെ ഉണ്ടാക്കി വെച്ചു. കുമ്പളങ്ങയും പരിപ്പും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അതിന് ലാസ്റ്റ് നമ്മൾ വറുത്തിടുമ്പോൾ തേങ്ങ, ചെറിയുള്ളി അതുകൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുത്ത് അതുകൂടെ താളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇത് മൂന്നുമാണ് മെയിനായിട്ട് ഉണ്ടാക്കിയത് ചോറിന് വേണ്ടിയിട്ട്. കൂടെ ഒരു സാലഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കുംബറും ഒനിയനും കൂടെ ഉള്ള ഒരു സാലഡാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ചെറുനാരങ്ങയും പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ സാലഡ് അതുകൂടെ ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി. ഉച്ചയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരുന്നു. വൻപയർ തോരനും മുട്ട പൊരിച്ചതും പിന്നെ പരിപ്പും കുമ്പളങ്ങയും ഇട്ടിട്ടുള്ള എരിശ്ശേരിയും പിന്നെ കുറച്ച് സാലഡ്. നമ്മൾ ഡെയിലി എടുക്കുന്ന മീൽസിൽ അൺഹെൽത്തി ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഹെൽത്തി ആയിട്ട് എന്തൊക്കെ കഴിച്ചെന്നും കൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായിരിക്കും. ചോറൊക്കെ കഴിച്ചിരുന്ന് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നി, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈവനിങ്ങിലുള്ള ഒരു ടീ ഒന്ന് പുറത്ത് പോയിട്ട് കുടിച്ചാലോ എന്നുള്ളത്. അപ്പോൾ അടുത്ത് തന്നെയുള്ള ഒരു ഫുഡ് ജംഗ്ഷനിൽ ഞങ്ങൾ പോയി. പറയാണ്ടിരിക്കാൻ വയ്യ, ഇവിടുത്തെ ചായ അടിപൊളിയാണ്. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒരു ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ഒന്ന് അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് ഞങ്ങൾ വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ പരിപ്പ് വടയും എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് പരിപ്പ് വടയും. ഇനി അടുത്തത് ഡിന്നറിൻ്റെ പരിപാടിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ദിവസത്തെ ഫുഡിൻ്റെ ഒരു ജേണി ഇവിടെ കഴിയും. രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസാണ്, വെജിറ്റബിൾസും ചിക്കൻ ബ്രസ്റ്റും ഒക്കെ ഇട്ടിട്ടുള്ള നൂഡിൽസാണ് ഉണ്ടാക്കിയത്. ഇതുകൂടെ കഴിച്ചാൽ ഇന്നത്തെ ഫുഡ് ഇവിടെ സ്റ്റോപ്പായി. ഇനിയിപ്പോൾ നാളത്തെ എന്താണെന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെ നമുക്കിന്ന് കിടന്നുറങ്ങാം. നാളെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും നല്ല മനോഹരമായിട്ടുള്ള ഫുഡുകൾ കഴിച്ച് ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.